കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി 2 വയസ്സുകാരി ചികിത്സാ സഹായം തേടുന്നു. 30 ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയയ്ക്കും മറ്റ് ചികിത്സയ്ക്കുമായി വേണ്ടിവരിക. തിരുവനന്തപുരം തിരുമല സ്വദേശി അനിൽകുമാർ കാർത്തിക ദമ്പതികളുടെ മകൾ ദേവികയാണ് ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുന്നത്. സഹോദരനൊപ്പം ഓടിക്കളിച്ച് നടന്ന 2 വയസ്സുകാരി ദേവിക അപ്രതീക്ഷിതമായാണ് കരൾ രോഗബാധിതയായത്. മാസങ്ങൾക്ക് മുൻപാണ് ദേവികയ്ക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ചികിത്സാർത്ഥം 4 തവണ കീമോ ചെയ്തെങ്കിലും ഫലമില്ല. കരൾ മാറ്റിവെക്കൽ മാത്രമാണ് ഏക പോംവഴിയെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചു. ഇപ്പോൾ ഒരു 5 മാസം മുമ്പെയാണ് കണ്ടെത്തിയത്. ഇപ്പോൾ ഫസ്റ്റ് ജൂബിലിയിലാണ് പോയിരുന്നത്. ജൂബിലി പോയിരുന്ന് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ലിവറിൽ ഒരു മുഴയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ നിന്ന് നേരെ SIT ഹോസ്പിറ്റലിലേക്കാണ് അവർ റെഫർ ചെയ്തത്. SIT പോയിട്ട് അവിടെ നിന്നും സ്കാൻ ചെയ്ത് നോക്കി എടുത്തു കഴിഞ്ഞപ്പോൾ 2 മുഴ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാഴ്ചത്തോളം അവിടെ അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് RCCയിലേക്ക് അവർ റെഫർ ചെയ്തത്. RCC പോയി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2 മുഴയുണ്ട്, 90% ലിവറിൻ്റെ 90% ആയി. അപ്പോൾ 4 കീമോ ചെയ്തു നോക്കാം എന്നുള്ള ഇത് മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. 4 കീമോ അവിടെ ചെയ്തിട്ട് അതിൽ ഫലമില്ല. കാര്യം അതിൽ പ്രോട്ടീൻ അളവ് കൂടുതൽ ഹൈ ആയിട്ടാണ് നിന്നത്. അപ്പോൾ ഇനി ലിവർ മാറ്റി വയ്ക്കാൻ വേണ്ടിയുള്ള ഓപ്ഷൻ മാത്രമേ അവർ പറയുന്നുള്ളൂ. 30 ലക്ഷം രൂപയാണ് ദേവികയുടെ ചികിത്സയ്ക്കായി വേണ്ടി വരിക. സാധാരണക്കാരായ ദേവികയുടെ മാതാപിതാക്കൾക്ക് ഇത്രയധികം പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ്. സേവാഭാരതി ഉൾപ്പെടെയുള്ള സന്നദ്ധ സംഘടനകളുടെ സഹായത്തോടെയാണ് കുറച്ചു തുക സമാഹരിച്ചത്. അത് ഒരു ദിവസത്തെ മെഡിസിൻ തന്നെ 10,000 രൂപ ആവുമെന്ന് പറഞ്ഞു. ഒരു ദിവസം ICUയിൽ കിടക്കണതിൻ്റെ മെഡിസിൻ ഉൾപ്പെടെ 10,000 രൂപ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നാട്ടുകാർ ഇവിടുന്ന് സേവാഭാരതി അങ്ങനെയൊക്കെ കുറച്ച് സഹായം, ലയൺസ് ക്ലബിൻ്റെ അങ്ങനെയൊക്കെ കുറച്ച് സഹായങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 3 ലക്ഷത്തോളം അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് കിട്ടിയുള്ളൂ. ബാക്കിയുള്ള ഇനിയും ഓരോ സഹായങ്ങൾ നേടും. പിഞ്ചോമനയുടെ ചികിത്സയ്ക്കായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് അച്ഛനും അമ്മയും. ജനം, തിരുവനന്തപുരം.